ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിലെമ്പാടും തീവ്ര ഹിന്ദുത്വവാദികളുടെ വ്യാപക ആക്രമണമാണ് ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുൻപിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയും ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തും തീവ്ര മതവാദികൾ അഴിഞ്ഞാടി. അസമിലും മധ്യപ്രദേശിലും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ഹിന്ദുത്വവാദികൾ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആക്രമണം നടത്തി. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനെതിരെ ദേശവ്യാപക പരാക്രമം നടത്തുന്നതിനിടെ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആരാധനയിൽ പങ്കെടുത്തു. വിശ്വാസികൾ ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധത്തിനിടയിലായിരുന്നു മോദിയുടെ ദേവാലയ സന്ദർശനം. ഉത്തർപ്രദേശിലെ ബറേലിയിൽ കന്റോൺമെന്റ് ഭാഗത്തെ പള്ളിക്ക് മുൻപിലായിരുന്നു ക്രിസ്മസ് ആരാധനയ്ക്കിടെ ഹിന്ദുത്വവാദികളുടെ പ്രകോപനം. ജയ് ശ്രീറാമും വിദ്വേഷ മുദ്രാവാക്യങ്ങളും വിളിച്ചെത്തിയ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ പള്ളിക്ക് മുൻപിൽ കുത്തിയിരുന്ന ഹനുമാൻ ചാലിസ ചൊല്ലി. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ തോന്നിയാസം. ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള മഗ്നറ്റോ മാളിന് മുന്നിലെ സാന്റാക്ലോസ് രൂപം ഉൾപ്പെടെ ക്രിസ്മസ് അലങ്കാരങ്ങൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ അടിച്ചു തകർത്തു. അസമിലെ നൽബാരി ജില്ലയിലെ സെന്റ് മേരീസ് സ്കൂളിൽ അതിക്രമിച്ചു കയറിയ വിശ്വ ഹിന്ദു പരിഷത്തുകാർ ക്രിസ്മസ് അലങ്കാരങ്ങൾ ഉൾപ്പെടെ കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു. ജയ് ശ്രീറാം, ജയ് ഹിന്ദു രാഷ്ട്ര മുദ്രാവാക്യങ്ങൾ മുഴക്കി. ക്രിസ്മസ് ട്രീ പിഴുതുമാറ്റി അലങ്കാരങ്ങൾക്കൊപ്പം ഇട്ട് കത്തിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലും മധ്യപ്രദേശിലെ ജബൽപൂരിലും ഡൽഹിയിലെ ലാജ്പത് നഗറിലും ഒഡീഷയിലെ ഭുവനേശ്വറിലും നിന്നെല്ലാം സംഘപരിവാർ അനുകൂല സംഘടനകളും ഹിന്ദുത്വ ഫ്രിഞ്ച് ഗ്രൂപ്പുകളും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടത്തിയ വ്യാപക അതിക്രമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജബൽപൂരിൽ പള്ളിയിൽ കയറി കാഴ്ച പരിമിതിയുള്ള യുവതിയെ കയ്യേറ്റം ചെയ്ത BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്രിസ്മസ് ദിനത്തിലും ഹിന്ദുത്വവാദികളുടെ ദേശവ്യാപക അതിക്രമം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ ക്രൈസ്തവ ദേവാലയം സന്ദർശിച്ചു. CNA ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലായിരുന്നു മോദിയുടെ സന്ദർശനം. മുഴുവൻ സമയവും പ്രഭാത കുർബാനയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായി കത്തീഡ്രലിന് മുന്നിൽ വിശ്വാസികളിൽ ഒരു വിഭാഗം പ്രതിഷേധിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വിക്രംജിത്ത് സെന്നിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. VIP-കൾക്കു വേണ്ടി വിശ്വാസികളെ തടയുന്നത് ശരിയല്ലെന്ന് വിക്രംജിത്ത് സെൻ പറഞ്ഞു. വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ അക്രമം നടത്തുന്നത് ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖറുടെ പ്രതികരണം. അകത്ത് നല്ലൊരു സോളം സെറിമണി ആയിരുന്നു. കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ, കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എതിരെ നടപടി എടുക്കണം. അതല്ലേ ഫാക്ട്. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BJP-ക്കല്ലെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. ഈ വർഷം നവംബർ വരെ ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് 706 ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക്. ക്രിസ്മസ് ദിനത്തിലും രാജ്യമെമ്പാടും നിന്ന് റിപ്പോർട്ട് ചെയ്ത അക്രമ സംഭവങ്ങളിലും വിദ്വേഷ പ്രചാരണത്തിലും കടുത്ത പ്രതിഷേധത്തിലാണ് ക്രൈസ്തവ സഭകളും സംഘടനകളും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.